ഇടവം രാശിയിൽ പിറന്നവരെ, ഒന്ന് നിൽക്കൂ, ഒന്ന് ശ്വാസം എടുക്കൂ. കാരണം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സത്യമാണ്. ഇത് കേൾക്കാതെ, ഇത് അറിയാതെ ഒരു കാരണവശാലും ഈ വീഡിയോ ഇവിടെ നിർത്തിപ്പോകരുത്. കാരണം ആകാശത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് സാധാരണമല്ല. നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഗ്രഹനിലയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇടവം രാശിക്കാർക്ക് ഇത് ഒരു സാധാരണ കാലഘട്ടമല്ല. ഇത് ഒരു തിരിവ് ആണ്, ഒരു വലിയ തിരിവ്. ജീവിതത്തിന്റെ ദിശ തന്നെ മാറുന്ന ഒരു നിമിഷം. നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ കഷ്ടപ്പാടിന് ഇനി അർത്ഥമുണ്ടാകും. നിങ്ങൾ ഇതുവരെ കാത്തിരുന്നെങ്കിൽ ആ കാത്തിരിപ്പിന് ഇനി ഫലം ലഭിക്കും. നിങ്ങൾ ഇതുവരെ കണ്ണീരൊഴുക്കിയിരുന്നെങ്കിൽ ആ കണ്ണീർ ഇനി ചിരിയായി മാറും. ഇത് ഞാൻ ആശ്വാസം പറയുന്നതല്ല, ഇത് ഗ്രഹങ്ങൾ പറയുന്നതാണ്. ഇത് നക്ഷത്രങ്ങൾ കാണിക്കുന്നതാണ്. ഇത് ജ്യോതിഷം ഉറപ്പു നൽകുന്നതാണ്. ഇടവം രാശി. ഇടവം രാശി എന്നത് ഒരു സാധാരണ രാശി അല്ല. ശുക്രൻ അധിപനായ ഈ രാശിക്കാർ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാണ്, സ്നേഹം നൽകുന്നവരാണ്, ക്ഷമ കൊണ്ട് ലോകത്തെ നേരിടുന്നവരാണ്. പക്ഷേ ഈ ക്ഷമക്ക് ഇനി ഒരു വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. ആകാശം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഗുരു ഭഗവാൻ, ബൃഹസ്പതി, ദേവഗുരു. ഇദ്ദേഹം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ്. ഗുരുവിന്റെ ദൃഷ്ടി, ഗുരുവിന്റെ അനുഗ്രഹം. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഗുരു ദൃഷ്ടിയേൽക്കുന്ന ഭാവങ്ങളിൽ ഭാഗ്യം പൊട്ടിത്തെറിക്കും, ജീവിതം പൂക്കും. ഇടവം രാശിക്കാരുടെ 9-ാം ഭാവം, 10-ാം ഭാവം, 1-ാം ഭാവം, ഇവ ഇപ്പോൾ ഗുരുവിന്റെ ശ്രദ്ധയിൽ ആണ്. ഇതിന്റെ അർത്ഥം ഭാഗ്യം, കർമ്മം, ജീവിതം മൂന്നും ഒരുമിച്ച് ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. ഗുരുപെയർച്ചി. ഗുരുവിന്റെ ഈ സഞ്ചാരം ഇടവം രാശിക്കാർക്ക് ഒരു അമ്പരപ്പിക്കുന്ന മാറ്റം കൊണ്ടുവരും. ഇത് ഒരു ഫലം മാത്രമല്ല, ഇത് ഒരു ഫലങ്ങളുടെ ഘോഷയാത്ര ആണ്. ഒന്നിനു പിറകെ ഒന്നായി ഫലങ്ങൾ വരും. ഒന്ന് ശ്രദ്ധിക്കൂ. ഗുരു ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിലെ കാര്യങ്ങൾ ഉണർന്നു തുടങ്ങും. ഇടവം രാശിക്കാർക്ക് ഇത് ഇപ്പോൾ ഒരു ഉണർവിന്റെ കാലം ആണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്നത് പോലെ ജീവിതം ഒരു പുതിയ ഊർജം നേടുകയാണ്. ശനി ഭഗവാൻ, കർമ്മഗ്രഹം. ശനി ഇടവം രാശിക്കാരോട് ഇപ്പോൾ എന്തു പറയുന്നു എന്ന് അറിയണോ? ശനി ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ കൊണ്ടുവരും. നല്ലത് ചെയ്തവർക്ക് നല്ലത് കൊടുക്കും, ക്ഷമ കാണിച്ചവർക്ക് ക്ഷമയുടെ ഫലം കൊടുക്കും, പ്രയത്നിച്ചവർക്ക് പ്രയത്നത്തിന്റെ ഫലം കൊടുക്കും. ഇടവം രാശിക്കാർ ഇതുവരെ ക്ഷമ കാണിച്ചവരാണ്. ഇനി ആ ക്ഷമയുടെ ഫലം ലഭിക്കും. ശനി ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു കർമ്മഗുരു ആണ്, ഒരു വഴികാട്ടിയാണ്, ഒരു ആശ്രയമാണ്. ഇനി രാഹുവിനെ കുറിച്ച് പറയണം. രാഹു, ഈ ഗ്രഹം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു ദിവസം ആകാശം തെളിയും, അടുത്ത ദിവസം കാർമേഘം ഉണ്ടാകും. ഒരു ദിവസം സന്തോഷം, അടുത്ത ദിവസം ആശങ്ക. ഇത് രാഹുവിന്റെ സ്വഭാവം ആണ്. പക്ഷേ ഈ രാഹു ഇടവം രാശിക്കാർക്ക് ഒരു വലിയ അദ്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ആശ്ചര്യം, ഒരു അഭൂതപൂർവ ഭാഗ്യം. ഇത് ആർക്കും ഊഹിക്കാൻ കഴിയില്ല, ഇത് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് വരും, ഉറപ്പാണ്. കേതു, ആത്മീയ ഗ്രഹം. കേതു ഇടവം രാശിക്കാരെ ഇപ്പോൾ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കുകയാണ്. ഇത്രയും നാൾ ഭൗതിക ജീവിതത്തിൽ മുഴുകി ഇരുന്നവർ ഇനി ഒരു ആന്തരിക ശക്തി കണ്ടുപിടിക്കും, ഒരു ആന്തരിക ദൃഢത, ഒരു ആന്തരിക പ്രകാശം. കേതു ഇടവം രാശിക്കാരോട് ഇങ്ങനെ പറയുകയാണ്: ഉള്ളിലേക്ക് നോക്കൂ, ഉത്തരം ഉള്ളിൽ ഉണ്ട്. ഇത്രയും ഗ്രഹങ്ങൾ ഒരേ സമയം ഇടവം രാശിക്കാർക്ക് ഫലം നൽകുന്ന ഈ കാലഘട്ടം, ഇത് 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഗ്രഹസംഗമമാണ്. ഇത്രയും ശക്തമായ ഒരു ഗ്രഹനിലയിൽ ഇടവം രാശിക്കാർ ജനിച്ചതു തന്നെ ഒരു ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ ഇടവം രാശിക്കാർ ആയി ജനിച്ചതിന് ഒരു കാരണം ഉണ്ട്, ഒരു ദൈവിക ഉദ്ദേശ്യം ഉണ്ട്. ആ ഉദ്ദേശ്യം ഇപ്പോൾ പ്രകടമാകാൻ തുടങ്ങുകയാണ്. ഇനി കർമ്മ മേഖലയിൽ ഉള്ള ഫലം നോക്കാം. ഇടവം രാശിക്കാർ ജോലി ചെയ്യുന്നവർ ആണ്, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർ ആണ്. ഇതുവരെ ആ ആത്മാർത്ഥതയ്ക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതിരുന്നവർ ഉണ്ടാകും. ഇതുവരെ ജോലിയിൽ ശ്രദ്ധ ലഭിക്കാതിരുന്നവർ ഉണ്ടാകും. ഇതുവരെ ഞാൻ ചെയ്ത ജോലി ആർക്കെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചിന്തിച്ചവർ ഉണ്ടാകും. ഉത്തരം ഇതാ ഉണ്ട്. ഗ്രഹങ്ങൾ കണ്ടിരിക്കുന്നു, ദൈവം കണ്ടിരിക്കുന്നു, ഇനി ലോകവും കാണും. ഗുരുവിന്റെ അനുഗ്രഹം കർമ്മഭാവത്തിൽ ഉള്ളതുകൊണ്ട് അടുത്ത കാലത്ത് ഒരു വലിയ കർമ്മ അംഗീകാരം ലഭിക്കും. ഒരു പ്രൊമോഷൻ ആകാം, ഒരു പുരസ്കാരം ആകാം, ഒരു ഉത്തരവാദിത്വ വർധനവ് ആകാം, ഒരു ശമ്പള വർധനവ് ആകാം. ഇത് ഏത് രൂപത്തിൽ വരും എന്ന് ഒരു ഉറപ്പില്ല, പക്ഷേ ഇത് വരും എന്ന് ഉറപ്പാണ്. ഗ്രഹനിലയ്ക്ക് ഇത് ഉറപ്പാണ്. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർ, നിങ്ങൾ ഇതുവരെ ഒരു ബിസിനസ് ആശയം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് ആ ആശയം പ്രകടിപ്പിക്കേണ്ട സമയമാണ്. ഇത് ആ ആശയം നടപ്പിലാക്കേണ്ട സമയമാണ്. ഗ്രഹനിലയിൽ ബിസിനസ് വിജയത്തിന് ഒരു ഹരിത സൂചന നൽകുകയാണ്, ഒരു ശുഭസൂചൻ, ഒരു ഭാഗ്യസൂചൻ. ഇത്രയും നാൾ ഉറങ്ങിക്കിടന്ന ഭാഗ്യം ഇനി ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കൂ,
ഈ കാലഘട്ടത്തിൽ ബിസിനസ് പങ്കാളിത്തം തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത ആവശ്യമാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് ശ്രദ്ധിക്കണം. കാരണം രാഹുവിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഒരു ചതി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരു ഒളിഞ്ഞ ശത്രു ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരു ഒളിഞ്ഞ ദ്രോഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത് ഭയപ്പെടാൻ ഉള്ളതല്ല. ഇത് ജാഗ്രത വഹിക്കാൻ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ജ്യോതിഷം ശക്തി നൽകാൻ ഉള്ളതാണ്, ഭയം ഉണ്ടാക്കാൻ അല്ല. ഇനി ധനഭാഗ്യം. ഇടവം രാശിക്കാർ ഇതുവരെ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിലും ആ പണം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു കൈ കൊണ്ട് ഉണ്ടാക്കിയത് മറ്റൊരു കൈ കൊണ്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. ഇനി ആ അനുഭവം മാറും. ഗ്രഹസഞ്ചാരം ഇടവം രാശിക്കാരുടെ ധനഭാവത്തെ ശക്തിപ്പെടുത്തുകയാണ്. ഇനി ഉണ്ടാകുന്ന പണം നിലനിൽക്കും. ഇനി ഉണ്ടാകുന്ന സമ്പാദ്യം ഉറക്കം ഉണർന്ന് ഇരിക്കും. ഒരു അനിശ്ചിത സ്രോതസ്സിൽ നിന്ന്, ഒരു അപ്രതീക്ഷിത ദിശയിൽ നിന്ന് ഒരു ധനലാഭം ഉണ്ടാകും. ഇത് ഒരു ബഹുമതി ആകാം, ഒരു ആകസ്മിക ലാഭം ആകാം, ഒരു കൊടുത്തിരുന്ന കടം തിരിച്ചു കിട്ടൽ ആകാം, ഒരു ഓഹരി ലാഭം ആകാം, ഒരു ലോട്ടറി ഭാഗ്യം ആകാം. ഇത് ഏത് രൂപത്തിൽ വരും എന്ന് ഒരു ഉറപ്പില്ല. പക്ഷേ ഒരു ആകസ്മിക ധനലാഭം ഉണ്ടാകും. ഇത് ഗ്രഹനിലയ്ക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ധനലാഭം ലഭിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ പണം ദൂഷ്യ ഉദ്ദേശ്യത്തോടെ ഉള്ള ആളുകൾക്ക് കൊടുക്കരുത്. ആ പണം ഒരു ബലഹീനതയുടെ നിമിഷത്തിൽ ചെലവഴിക്കരുത്. ആ പണം ഒരു ദൂഷ്യ കൂട്ടുകെട്ടിൽ ഇടരുത്. ഇത് ശ്രദ്ധിച്ചാൽ ഈ ധനം കൂടുകൊള്ളും. ഈ ധനം വളർന്ന് ഒരു വലിയ സമ്പദ്ഘടന ആകും. ഇനി കുടുംബജീവിതം. ഇടവം രാശിക്കാർ കുടുംബത്തെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്. കുടുംബത്തിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ ഏത് ത്യാഗവും ചെയ്യുന്നവരാണ്. ഈ ത്യാഗം ഇനി ഫലം നൽകും. കുടുംബജീവിതത്തിൽ ഒരു പ്രസന്നത ഉണ്ടാകും. ഒരു ഐക്യം ഉണ്ടാകും. ഒരു സ്നേഹബന്ധം ശക്തിപ്പെടും. ഇടവം രാശിക്കാർക്ക് ഇടയിൽ ഇത്രയും നാൾ ഒരു ബന്ധക്ലേശം ഉണ്ടായിരുന്നവർ ഉണ്ടാകും. ഒരു കുടുംബ അഭിപ്രായ ഭേദം ഉണ്ടായിരുന്നവർ ഉണ്ടാകും. ഒരു ദാമ്പത്യ ക്ലേശം ഉണ്ടായിരുന്നവർ ഉണ്ടാകും. ഇനി ആ ക്ലേശം അവസാനിക്കും. ഒരു സ്നേഹ അനുരഞ്ജനം ഉണ്ടാകും. ഒരു ഹൃദയസ്പർശം ഉണ്ടാകും. ഒരു കൂടിച്ചേരൽ ഉണ്ടാകും. ഗ്രഹനിലയിൽ ഇത് ഉറപ്പു നൽകുകയാണ്. പ്രണയജീവിതം. ഇടവം രാശിക്കാർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ്. ഇടവം രാശിക്കാർ സ്നേഹിക്കുമ്പോൾ ഒരു ഭ്രാന്താണ്, ഒരു ആഴമാണ്, ഒരു കടലാണ്. ഇത്തരം ആഴമേറിയ സ്നേഹം നൽകുന്നവർക്ക് ഇനി ആ സ്നേഹം തിരിച്ചും ലഭിക്കും. ഇനി ഒരു ദൈവദത്തമായ ബന്ധം ഉണ്ടാകും. ഒരു ആത്മബന്ധം ഉണ്ടാകും. ഒരു ഹൃദയബന്ധം ഉണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കാലഘട്ടം വിവാഹത്തിന് ഒരു ഭാഗ്യകരമായ സമയമാണ്. ഒരു ഭാഗ്യജോഗം ഉണ്ടാകുന്നു. ഒരു ഭാഗ്യബന്ധം ഉണ്ടാകുന്നു. ഒരു ഭാഗ്യസംഭവം ഉണ്ടാകുന്നു. ഇടവം രാശിക്കാർ ഇനി ഒരു ജീവൻ ഇണ കണ്ടെത്തും. ഒരു ആത്മ ഇണ കണ്ടെത്തും. ഒരു ജന്മ ഇണ കണ്ടെത്തും. ഇത് ഭ്രമല്ല. ഇത് ഗ്രഹനിലയ്ക്കുള്ള ഫലമാണ്. ഇനി ആരോഗ്യകാര്യം. ഇടവം രാശിക്കാർ ആരോഗ്യകാര്യത്തിൽ ഒരു ജാഗ്രത ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം. ഉറക്കം ശ്രദ്ധിക്കണം. ശരീരം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഒരു ആലസ്യം, ഒരു ക്ഷീണം, ഒരു ഉൾഭാഗ സംഘർഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത് ഭൗതിക ആരോഗ്യം മാത്രമല്ല, ഇത് മാനസിക ആരോഗ്യം കൂടിയാണ്. ഉള്ളിൽ ഒരു റപ്പടൽ അനുഭവപ്പെടാം. ഒരു ആകുലത അനുഭവപ്പെടാം. ഈ അനുഭവം ഉള്ളവർ ഒരു ദൈവസ്മരണ ചെയ്യൂ. ഒരു ക്ഷേത്ര ദർശനം നടത്തൂ. ഒരു ഈശ്വര ഭജനം ചെയ്യൂ. ഉടനെ ആ ഒറ്റപ്പെടൽ മാറും. ഇടവം രാശിക്കാർക്ക് കഫരോഗം, തൊണ്ടക്കുരു, ദഹനക്ലേശം, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങൾ ഉള്ളവർ ഉടനെ ഒരു വൈദ്യസഹായം തേടണം. ഒരു കൊച്ചു അസ്വസ്ഥത ഒരു വലിയ ആരോഗ്യ പ്രശ്നമാകും മുൻപ് ശ്രദ്ധിക്കണം. ഇത് ജ്യോതിഷ ഫലമാണ്. ഇത് ഒഴിവാക്കാൻ ഒരു ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾ ആയ ഇടവം രാശിക്കാർ, നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഒരു ഭാഗ്യഫലം ഉണ്ടാകും. ഒരു നല്ല പരീക്ഷഫലം ലഭിക്കും. ഒരു ഉന്നത വിദ്യാഭ്യാസ അവസരം ലഭിക്കും. ഒരു ദൂരദേശ വിദ്യാഭ്യാസ അവസരം ലഭിക്കും. ഗുരുവിന്റെ അനുഗ്രഹം വിദ്യയ്ക്ക് ഉള്ളതാണ്. ഗുരു ഭഗവാൻ ദേവഗുരു ആണ്. ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്. ഈ ഗ്രഹം ഇടവം രാശിക്കാരുടെ വിദ്യാഭാഗ്യം ഉണർത്തുകയാണ്. വിദേശഭാഗ്യം. ഇടവം രാശിക്കാർ ഇടയ്ക്ക് വിദേശ ജോലി സ്വപ്നം കണ്ടവർ ആകാം. വിദേശ ജീവിതം ആഗ്രഹിച്ചവർ ആകാം. ആ ആഗ്രഹം ഇനി ഒരു ഗ്രഹശക്തി ആർജിക്കുകയാണ്. ഒരു വിദേശ ഭാഗ്യജോഗം ഉണ്ടാകുകയാണ്. ഒരു വിദേശ അവസരം ഉണ്ടാകുകയാണ്. ഒരു വിദേശക്ഷണം ഉണ്ടാകുകയാണ്. ഇത് ഈ ഗ്രഹസഞ്ചാര ഫലമാണ്. ഈ ഭാഗ്യം ഉപയോഗപ്പെടുത്തൂ. ഈ ഭാഗ്യം പഴുത്തുകളയരുത്. ഇനി ആത്മീയ ഉണർവ്. ഇടവം രാശിക്കാർ ഇപ്പോൾ ഒരു ആത്മ ഉണർവ് അനുഭവിക്കുകയാണ്. ദൈവഭക്തിയിൽ ഒരു ആഴം ഉണ്ടാകുകയാണ്. ദൈവചിന്തയിൽ ഒരു ആർദ്രത ഉണ്ടാകുകയാണ്. ദൈവദർശനത്തിൽ ഒരു ഭാഗ്യം ഉണ്ടാകുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ദേവീ ഉപാസന ചെയ്യൂ. ഒരു ദേവദർശനം നടത്തൂ. ഒരു ദൈവകൃപ നേടൂ. ഇത് ഈ ജന്മത്തെ തന്നെ മാറ്റിമറിക്കും. ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഭാഗത്തിലേക്ക് വരാം. അടുത്ത 7 ദിവസങ്ങളിൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ 3 വലിയ സംഭവങ്ങൾ ഉണ്ടാകും. ഈ
ഈ 3 സംഭവങ്ങൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കും. ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ഒരു പുതിയ ഭാഗ്യജോഗം തുറക്കും. ആദ്യ ഘട്ടം. 1-ാം ഘട്ടം. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു അപ്രതീക്ഷിത ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരു പുതിയ ആൾ. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ ആൾ. ഈ ആൾ ഒരു സന്ദേശം കൊണ്ടുവരും. ഒരു ഭാഗ്യവർത്തമാനം കൊണ്ടുവരും. ഒരു അത്ഭുതകരമായ ഒരു ആഗ്രഹ സഫലീകരണം കൊണ്ടുവരും. ഈ ആളെ ശ്രദ്ധിക്കൂ. ഈ ആളുടെ സന്ദേശം ശ്രദ്ധിക്കൂ. ഈ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവദൂതനാണ്. 2-ാം ഘട്ടം. 2-ാം ഘട്ടം. അടുത്ത 7 ദിവസങ്ങളിൽ ഒരു കർമ്മഭേദം ഉണ്ടാകും. ഒരു ജോലിസ്ഥാനത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഒരു ഉദ്യോഗസ്ഥാനക്കയറ്റം ഉണ്ടാകും. ഒരു ജോലി അംഗീകാരം ഉണ്ടാകും. ഒരു ജോലി ശ്രദ്ധ ഉണ്ടാകും. ഇടവം രാശിക്കാർ ഇത്രയും ദിവസം ജോലി ചെയ്ത് ക്ഷമ കാണിച്ച് നിൽക്കുകയായിരുന്നു. ഇനി ആ ക്ഷമയ്ക്ക് ഒരു വലിയ ഫലം ലഭിക്കും. ഒരു ഉദ്ദേശ്യ ഫലം ലഭിക്കും. ഒരു ഉദ്ഗ്രഥ ഫലം ലഭിക്കും. 3-ാം ഘട്ടം. 3-ാം ഘട്ടം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ആർദ്രബന്ധഭേദം ഉണ്ടാകും. ഒരു ആഴമേറിയ ബന്ധം ഉണ്ടാകും. ഒരു ഹൃദയബന്ധം ഉണ്ടാകും. ഇടവം രാശിക്കാർ ഒരു ബന്ധക്ലേശം അനുഭവിക്കുന്നവർ ആണെങ്കിൽ ആ ക്ലേശം ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും. ഒരു ബന്ധ ഉണർവ് ഉണ്ടാകും. ഒരു ബന്ധഭദ്രത ഉണ്ടാകും. ഒരു ബന്ധഭാഗ്യം ഉണ്ടാകും. ഇത് ഗ്രഹഫലമാണ്. ഇത് ഗ്രഹ ഉറപ്പാണ്. ഇടവം രാശിക്കാർ ഒരു കാര്യം അറിഞ്ഞിരിക്കൂ. ഈ ഗ്രഹനിലയിൽ ഒരു 100% നടക്കാൻ പോകുന്ന ഒരു അദ്ഭുതമുണ്ട്. ഒരു ചരിത്ര സംഭവം ഉണ്ട്. ഒരു ആകാശഭേദം ഉണ്ട്. ഇത്രയും ഗ്രഹങ്ങൾ ഒരേ സമയം ഇടവം രാശിക്കാർക്ക് ഭാഗ്യം നൽകുന്ന ഒരു കാലഘട്ടം 150 ആണ്ടുകൾക്ക് ശേഷം ആണ് ഉണ്ടാകുന്നത്. 150 ആണ്ടുകൾ. ഈ ഒരു സ്ഥിതി ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലം ഉണ്ടാകില്ല. ഇത് ഇപ്പോൾ ഉണ്ട്. ഇത് ഇപ്പോൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ട്. ഈ ഭാഗ്യം ഉപയോഗപ്പെടുത്തൂ. ഇനി 15 ദിവസം, 30 ദിവസം. ഈ കാലഘട്ടം ഇടവം രാശിക്കാർക്ക് ഒരു സ്വർണ്ണകാലമാണ്. ഒരു ഭാഗ്യകാലമാണ്. ഒരു ദൈവകൃപകാലമാണ്. ഈ 30 ദിവസങ്ങൾ ഉറങ്ങി ചെലവഴിക്കരുത്. ഈ 30 ദിവസങ്ങൾ ഒരു ഉണർവോടെ ചെലവഴിക്കൂ. ഒരു ഉദ്ദേശ്യത്തോടെ ചെലവഴിക്കൂ. ഒരു ദൃഢ ഇച്ഛാശക്തിയോടെ ചെലവഴിക്കൂ. ഈ കാലഘട്ടം ശ്രദ്ധിക്കൂ. ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തൂ. ഇനി പരിഹാരങ്ങൾ. ഇടവം രാശിക്കാർ ഈ ഗ്രഹദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ഒരു ലളിത ഉപായം ചെയ്യൂ. ദേവി ഉപാസന ചെയ്യൂ. ലക്ഷ്മി ദേവിക്ക് ഒരു വഴിപാട് ചെലവഴിക്കൂ. ഒരു ഭദ്രദേവ ദർശനം നടത്തൂ. ശുക്രഗ്രഹദോഷഫലം ഒഴിവാക്കാൻ ഒരു ശുക്രൻ പ്രാർത്ഥന ചെയ്യൂ. വെള്ളിയാഴ്ച ദിവസം ഒരു ദേവീ ദർശനം നടത്തൂ. വെള്ള നിറമുള്ള ഒരു പൂ ദേവിക്ക് നൽകൂ. ഒരു ദീപം തെളിക്കൂ. ഒരു ഹൃദയഭക്തിയോടെ ഒരു പ്രാർത്ഥന ചൊല്ലൂ. ശനി ദോഷഫലം ഒഴിവാക്കാൻ ശനിയാഴ്ച ദിവസം ഒരു ദൈവദർശനം നടത്തൂ. ഒരു ദരിദ്രജനത്തിന് ഒരു ഭക്ഷണദാനം ചെയ്യൂ. ഒരിക്കലും ഒന്നും ചോദിക്കാത്ത ഒരു ഒറ്റപ്പെട്ട ജീവിക്ക് ഒരു ഭക്ഷണം നൽകൂ. ഇത് ശനി ഭഗവാന്റെ പ്രീതി നേടും. ഇത് ശനി ദോഷം ഒഴിവാക്കും. രാഹു ദോഷഫലം ഒഴിവാക്കാൻ ഒരു ദുർഗദേവ ദർശനം നടത്തൂ. ഒരു ദുർഗസ്തോത്രം ചൊല്ലൂ. ഒരു ദുർഗഭക്തിയോടെ ഒരു ദർശനം നടത്തൂ. ഇത് രാഹുവിന്റെ ദോഷഫലം ഒഴിവാക്കും. ഇത് ജീവിതത്തിൽ ഒരു ദൈവ സംരക്ഷണം നൽകും. ഇടവം രാശിക്കാർ. ഒരു അവസാന വാക്ക്. ജീവിതം ഒരിക്കലും നിർത്തില്ല. ജീവിതം ഒരിക്കലും ഇരുണ്ടു കിടക്കില്ല. ജീവിതം ഒരിക്കലും ഒരു ഹൃദയ ആഗ്രഹം ഉള്ള ഒരാളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ കരഞ്ഞ ഓരോ കണ്ണീർ തുള്ളിയും ഒരു ദൈവ പ്രാർത്ഥന ആണ്. നിങ്ങൾ സഹിച്ച ഓരോ കഷ്ടപ്പാടും ഒരു ദൈവദൂതാണ്. നിങ്ങൾ ക്ഷമ കൊണ്ട് മറികടന്ന ഓരോ ദിവസവും ഒരു ദൈവശക്തിയാണ്. ഈ ഗ്രഹനിലയെ ഉറപ്പു നൽകുകയാണ്. ഇടവം രാശിക്കാർ ഇനി ഉയരും. ഇടവം രാശിക്കാർ ഇനി തിളങ്ങും. ഇടവം രാശിക്കാർ ഇനി ജ്വലിക്കും. ഒരു ദൈവജ്വാല ആയി.